ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആവേശം എന്നീ രണ്ട് മലയാളം സിനിമകളും കൃത്യം 9 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. ഇത് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി കേരളത്തിന് പുറത്തും നല്ല കളക്ഷനോടെ മുന്നേറുന്ന ഈ രണ്ട് മലയാളം സിനിമയുടെയും 9 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 9 ദിവസങ്ങൾ കൊണ്ട് നാം പ്രതീക്ഷ എസ്റ്റിമേറ്റ് കളക്ഷനേക്കാൾ മുകളിലേക്ക് രണ്ട് സിനിമകളും ഇന്നലത്തെ കളക്ഷനോട് എത്തപ്പെട്ടിരിക്കുകയാണ്. അതിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ് എസ്റ്റിമേറ്റ് കളക്ഷനിൽ നെട്ടിച്ചിരിക്കുന്നത്. ആവേശം എന്ന ഫഹദിന്റെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 70-72 കോടി റേഞ്ചിൽ 9 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചതെങ്കിൽ ഇപ്പോഴത്തെ 73 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 9 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. നല്ല കളക്ഷൻ വർധന ഇന്നലെ വെള്ളിയാഴ്ച മാത്രം സംഭവിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു. സിനിമയുടെ കേരള ഗ്രോസ് ആണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ 30 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 31 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷനാണ് ഇതുവരെ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ സിനിമയുടെ 9ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ 3 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു ഗ്രോസ് കളക്ഷൻ. ഇനി ഇന്നലെ കളക്ഷൻ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലേക്ക് എത്തപ്പെട്ട വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ വിനീതിന്റെ സംവിധാനത്തിൽ വൻ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വിജയകരമായിട്ട് 9 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണല്ലോ. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയോടെയാണ് സിനിമ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ റിലീസ് ചെയ്തത്. UK, യൂറോപ്പ് രാജ്യങ്ങളിൽ, ഒപ്പം തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ റിലീസ് ചെയ്ത സിനിമയ്ക്ക് വമ്പൻ ഓപ്പണിംഗ് ആണ് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്ന് ഇന്നലെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ 2 ദിവസത്തെ അവിടുത്തെ കളക്ഷൻ കൂടി വരുന്നതോടെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ 9 ദിവസത്തെ ആകെ വേൾഡ് വൈഡ് കളക്ഷനിലും വർധന സംഭവിച്ചിരിക്കുകയാണ്. 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഇന്നലെ നാം പ്രതീക്ഷിച്ചത് 55-57 കോടി റേഞ്ചിലാണെങ്കിൽ അതിപ്പോഴത്തെ 60 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലെ സിനിമയ്ക്ക് നല്ല രീതിയിൽ കളക്ഷൻ വർധന സംഭവിച്ചിരിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് അർത്ഥമാക്കാം. വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ 9 ദിവസങ്ങൾ കൊണ്ട് 60 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ട സിനിമ വിനീത് ശ്രീനിവാസന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ കേരള ഗ്രോസ് 23 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ 1,70,00,000 മുകളിലായിരുന്നു വെള്ളിയാഴ്ച ദിവസം കേരളത്തിൽ സിനിമ നേടിയെടുത്തത്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.